ഹായ് ഫ്രണ്ട്സ്, ഇത് നമിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്തിരി സ്പെഷ്യലാണ്. നമ്മളുടെ 100ാമത്തെ വീഡിയോ ആണത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേസമയം തന്നെ കുറച്ച് വിഷമമുണ്ട്. കാരണം 100ാമത്തെ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ഒന്നിച്ച് ചെയ്യണം, ഞാനും പ്രേമിയും എന്തെങ്കിലും ഒന്നിച്ച് ചെയ്യണം എന്നൊക്കെ കുറേ പ്ലാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല ഇപ്പം നടക്കുന്നത്. അതൊന്നും അടുത്തൊന്നും നടക്കില്ല എന്ന് തോന്നുന്നത്. പക്ഷെ സാരില്ല, നമുക്ക് എന്തായാലും 100ാമത്തെ വീഡിയോ എന്തെങ്കിലും നല്ല വീഡിയോ തന്നെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ അടുത്ത് എനിക്കൊരു മെയിൽ കിട്ടി യൂട്യൂബിൽ നിന്ന്. മോണിറ്റൈസ് അല്ല, ഞങ്ങളിപ്പോഴും മോണിറ്റൈസ് അല്ല. പക്ഷെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, 3 വർഷമായി ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് 100 വീഡിയോ ആണ് ഇട്ടത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു, മോളുടെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ 3 വർഷമായി. അപ്പോൾ അതുകൊണ്ട് അതിലും ഭയങ്കര സന്തോഷമാണ്. ഈ 3 വർഷം ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ യൂട്യൂബ് എന്തെങ്കിലും ചെയ്യണം, അവിടെ നന്നായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇങ്ങനെ നിൽക്കുകയും അത് ഒട്ടും തന്നെ വിടാതെ പറ്റുന്ന സമയത്തൊക്കെ അപ്ലോഡ് ചെയ്തും ഒക്കെ നിന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അറ്റ് ദി എൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രേമിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പുതിയ ആൾക്കാരെ കിട്ടി, നല്ല ഫീഡ്ബാക്കുകൾ കിട്ടി. ഞങ്ങൾ ചെയ്ത കുറച്ച് വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് പറഞ്ഞു. എനിക്കൊന്ന് അതാണ് ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം തന്ന കമൻസ് ഒക്കെ അതാണ്. സോ ഓവറോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു 100ാമത്തെ വീഡിയോയിൽ എനിക്കും പ്രേമിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പറയാനുള്ളത് ഒരു വലിയ വലിയ താങ്ക്സ് ആണ്. ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ആ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ആ ഒരു വ്യക്തി മുതൽ ഇന്നലെ വരെയും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ വരെയും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇൻട്രോ ഇത്തിരി നീളം ആയി എന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് വേദന സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഈ 100ാമത്തെ വീഡിയോയിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളത് വേണം ചെയ്യാനെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്. ആദ്യം തന്നെ നമുക്ക് സ്വയം ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഭയങ്കര എക്കണോമിക്കലാണ്. നമ്മൾ അറിയുന്നില്ല. നിലം തുടക്കാൻ ഒരു പ്രൊഡക്റ്റ്, ബാത്റൂമിന്റെ ടൈൽസ് തുടക്കാൻ വേറെ പ്രൊഡക്റ്റ്, ടേബിൾ തുടക്കാൻ വേറെ, ചില്ലുകൾക്ക് വേറെ, അങ്ങനെ എല്ലാത്തിനും ഒരു പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ മേടിച്ച് വരുമ്പോൾ അതൊരു ബഡ്ജറ്റ് ആവുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് മേടിക്കുന്നതിന് പകരം ഒരൊറ്റൊരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വേറൊരു ഗുണം എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മൾ അറിയുന്നില്ല, ഓരോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും അതിൻ്റെതായ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും അതൊക്കെ ആയി വരുമ്പോൾ അവസാനം നല്ലൊരു കൺസെപ്ഷൻ ഓഫ് പ്ലാസ്റ്റിക്കിനെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. പക്ഷേ ഈ നമ്മളൊരു ഹോം മെയ്ഡ് സൊല്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു യൂസേജ് ഒന്ന് കുറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഹെൽത്തിയർ ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം കെമിക്കൽ ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ ഒട്ടും തന്നെ കെമിക്കൽ യൂസ് ചെയ്യാത്ത ചില സൊല്യൂഷൻസ് ഉണ്ട്. അത് വേറെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ ഹെൽത്തിയർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോഴും പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പുറത്ത് കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ ഉള്ളിൽ ഒരു പൊല്യൂഷൻ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത്, നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും, വിനീഗർ തന്നെയാണ്. രണ്ടാമത് നമുക്ക് വേണ്ട നല്ല തിളച്ച വെള്ളം. നിങ്ങളൊരു ജാറിൽ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ എടുത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളമൊന്നും ആവശ്യമില്ല. പക്ഷേ നിലം തുടക്കാനോ അല്ലെങ്കിൽ അപ്പാപ്പ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം യൂസ് ചെയ്യുക. ഇനി വരുന്ന 2 ഇൻഗ്രീഡിയൻസ് ആക്ച്വലി ഓപ്ഷനാണ്. ഇത് ഡിഷ് സോപ്പാണ്, നമ്മളെ ലിക്വിഡ് സോപ്പാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളവും വിനീഗറും മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു കാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇത്തിരി കൂടെ നല്ലൊരു സ്മെല്ല് ഇതിൽ വരുന്നുണ്ട്. വിനീഗറിൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മണത്തിന് ഇത്തിരി ഒരു മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. രണ്ടെന്ന് വെച്ചാൽ നമുക്കിത്തിരി ഗ്രീസി ആയിട്ടുള്ള ഇത്തിരി എണ്ണമയുള്ള സർഫേസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് എണ്ണമയൊക്കെ പെട്ടെന്ന് തന്നെ പോകാൻ ഇത് എളുപ്പമാണ്.
പിന്നെ നമ്മളുടെ സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടേ ടട്ടടാ ദാ ഈ ഇനോ ആണ്. യെസ്, നമ്മളുടെ ഫ്രൂട്ട് സോൾട്ട്. അപ്പോൾ നമ്മളുടെ ഓൾ പർപ്പസ് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്. ഇതിൽ വെള്ളം മാത്രം മിസ്സിംഗ് ഉള്ളൂ. ഞങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾ ലിസ്റ്റായി. ഇനോ. അപ്പോൾ ഇനോയിൽ ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഇതിൽ അഫ്കോഴ്സ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ഉമ്മമാരെ നല്ല പഠിക്കണത്. അപ്പോൾ ഇനോ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു ഇനോയുടെ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മ ആ സമയത്ത് ഇവിടെ ജർമ്മനിയിൽ വന്ന സമയത്ത് ഞാൻ ഉമ്മ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നീ എന്താ അവിടെ മാറ്റി വെക്ക്, നോക്കട്ടെ ഇതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാനതവിടെ വെച്ച് പോയി വന്നപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു, എടീ നിൻ്റെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷന് ഞാൻ കുറച്ച് ഇട്ടു, കുറച്ച് ഇട്ടു, കുറേ പത ഇങ്ങനെ വന്നു. ആ ഒരു പത വെച്ചിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കി, നല്ല വ്യത്യാസം, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നോക്കി. അപ്പം ഞാൻ എവിടെയാണെന്ന് നോക്കാതെ ഞാൻ പെട്ടെന്ന് ഈ ടൈൽസ്, ഞാൻ പറഞ്ഞു ഉമ്മ ഇവിടെ ഈ ടൈൽസിലാണോ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ തന്നെയാണ് എന്നുവെച്ചാൽ നല്ല സ്പാർക്ലിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര ഒരു വെട്ടി തിളങ്ങണമെന്നൊക്കെ പറയും. ഈ പരസ്യങ്ങളിൽ കാണാൻ അത്രയും പോലെ ഇങ്ങനെ തിളങ്ങണമൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു നല്ലൊരു വ്യത്യാസം തോന്നി. അപ്പോൾ അന്ന് മുതലാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഇനോ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അടിപൊളി സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഈ വിനീഗറിൻ്റെ ആ ഒരു മണം എവിടെ പോയി നമ്മൾ ചിന്തിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വിനീഗർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു മണം ഒട്ടും സഹിക്കില്ല. സംഭവം നല്ല ക്ലീൻ ഒക്കെയാണ്, പക്ഷെ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വൃത്തിയുടെ ഒരു മണം ഉണ്ടാവില്ലേ. അതിന് പകരം ഒരു ആസിഡിറ്റി നിറഞ്ഞൊരു മണമാണ് ഈ വിനീഗർ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ആ ഒരു പ്രശ്നം ഈ ഇനോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല. നല്ല സൂപ്പറായിട്ടുള്ള നല്ലൊരു ക്ലീൻ നല്ല മണമുള്ള ഒരു സംഭവം. അപ്പോൾ ഈ ഇനോ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ ഫുഡ് ചില ഭക്ഷ്യ സാധനങ്ങളിലൊക്കെ നമ്മൾ പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഇനോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾക്ക് ഇത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ നമ്മളുടെ ടേബിൾ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ നിലം തുടയ്ക്കാനോ യൂസ് ചെയ്താൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കുകയാണ്. ഇതിനൊന്നും ഒരു പ്രത്യേകം റേഷ്യോ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ തരം പോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ ഇനോ ഇടുമ്പോൾ ആകെ നിങ്ങൾ ചിന്തിക്കണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു കുപ്പിയിലാണ് നിങ്ങൾ ഇനോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഇനോ ഇടുക, കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പിന്നെ വിനീഗറും കുറച്ച് ലിക്വിഡ് സോപ്പും ഒക്കെ ഇടാനായിട്ട് ആ ഒരു കുപ്പിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലൊരു വോൾക്കാനോ പോലെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ സൊല്യൂഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ. നമ്മളെ ഫ്ലോറിങ്, എനിക്ക് 2 ടൈപ്പ് ഫ്ലോറിങ് ഉണ്ട് എൻ്റെ വീട്ടിൽ. ലാമിനേറ്റ് ആയിട്ടുള്ള ഫ്ലോറിങ് ഉണ്ട്, ടൈൽസ് ഉണ്ട്. ഈ 2 ടൈപ്പ് ഫ്ലോറിൽ നമുക്ക് യൂസ് ചെയ്യാം. വുഡൻ ഫ്ലോറിങ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉത്തരം പറയാനില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനോട് നിങ്ങൾ അഡ്വൈസ് ചോദിക്കുന്നതായിരിക്കും മേ ബി നല്ലത്. കാരണം വുഡിനൊരു പ്രത്യേക കെയർ ഉണ്ട്. എൻ്റെ ബാത്ത് ടബ് ഞാൻ ഇതുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ടൈൽസ് എൻ്റെ കിച്ചൺ ടൈൽസ് ആണെങ്കിലും ബാത്റൂമിലത്തെ ടൈൽസ് ആണെങ്കിലും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കുക്കിംഗ് റേഞ്ചിലും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് റേഞ്ച് വന്നിട്ട് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ തുറന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മൾ ചില പരസ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു മാർക്കും എല്ലാം ഒന്നുമില്ലാണ്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്താൽ അവിടെ അങ്ങനെ വെളുത്തിങ്ങനെ വരുന്ന ആ സൊല്യൂഷനൊന്നും, ആ ഒരു റിസൾട്ടൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ഏറ്റവും കൂടുതൽ എനിക്കിത് എഫക്റ്റീവായി തോന്നുന്നത് എൻ്റെ കിച്ചൻ്റെ സിങ്കാണ്. നല്ല സ്പാർക്ലിംഗ് റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു മണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മീറ്റും അല്ലെങ്കിൽ മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു മണം ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇതൊക്കെ കൂടാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിൾ, ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ആണെങ്കിലും ടീപ്പോയ് ആണെങ്കിലും മിറർ, ജനാലകൾ, ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പല രീതിയിലും ഇത് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റ് വൈസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും, ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ചെയ്യുമ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇതിൽ അറ്റ് ദി എൻഡ് അതാണ്. പിന്നെ നമ്മളുടെ മക്കൾക്കൊക്കെ നല്ലൊരു എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് നിങ്ങളൊന്ന് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. ഇനി അഥവാ ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ അറിയിക്കുക. എൻ്റെ ഉമ്മ വേറൊരു സംഭവം ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യും ഈ ഒരു ക്ലീനിങ് സൊല്യൂഷനിൽ. അപ്പോൾ അത് നല്ല മണം ഈ പറഞ്ഞ പോലെ കിട്ടാനാണ്. പക്ഷേ ഇനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇനോ യൂസ് ചെയ്യാം കേട്ടോ.
റമദാനൊക്കെ അടുക്കാണ് ഒരു ഡീപ്പ് ക്ലീൻ ഇപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റമദാൻ അല്ല, ഞാനിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്തും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ മുസ്ലിം അല്ലാത്ത നമ്മുടെ സഹോദരന്മാർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പൊതുവേ ചെയ്യാറെന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് ക്രോണോളജി എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പോകുന്ന ഡേറ്റ്, ഇപ്പോൾ നമ്മൾ യാത്രക്ക് പോകുന്ന ഡേറ്റോ അല്ലെങ്കിൽ റമദാൻ്റെ ഡേറ്റ് നോക്കിയിട്ട് അതിൻ്റെ റിവേഴ്സ് അടിക്കും ഞാൻ. എന്ന് വെച്ചാൽ അതിൻ്റെ തലേന്ന് എനിക്ക് എന്തായിരിക്കും ചെയ്യുന്നത് എളുപ്പം. കാരണം തലേന്ന് നമുക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ തലേന്ന് നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്താൽ പിന്നെ പിറ്റേന്നേക്ക് നമ്മൾ ടയേർഡാകും എന്നൊക്കെ വിചാരിച്ചിട്ടും. അപ്പോൾ എല്ലാം ഞാനൊരു റിവേഴ്സായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ടിപ്പ് എന്ന് വെച്ചാൽ എല്ലാം ഒറ്റൊരു ദിവസം ചെയ്യരുത് എന്നാണ്. എന്നെക്കൊണ്ട് അത് പറ്റാറില്ല. അപ്പോൾ മേ ബി എന്നെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം. ഒരു ദിവസം = 1 റൂം, അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു ഡീപ്പ് ക്ലീൻ ആയതുകൊണ്ട് ഒരു ചെറുതായിട്ടുള്ള ക്ലീനിങ് അല്ല, നമ്മൾ ഡീപ്പായിട്ട് പോകണം. ഇപ്പോൾ പൊടിയൊക്കെ ഇത്തിരി കൂടി കൂടുതലായിട്ട് നമ്മൾ മുക്കും മൂലമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡാകാനും ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 3 നേരം കുക്കിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പം അത് എല്ലാം ഒരൊറ്റ ദിവസം ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഭവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം ഒരു റൂം ക്ലീൻ ചെയ്യുക, അതും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ലിവിങ് റൂമാണ് ഞാൻ ഏറ്റവും ലാസ്റ്റത്തേക്ക് വെക്കുന്നത്. കാരണം ലിവിങ് റൂമിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മോൾ, അവൾ കളിക്കുന്നത് ലിവിങ് റൂമിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ലിവിങ് റൂമിൽ വെച്ച് തുടങ്ങിയാൽ റമദാൻ ആകുമ്പോൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് റമദാൻ ആകുമ്പോഴത്തേക്കും പഴയ കുളത്തിലാകും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിവിങ് റൂമാണ്. റമദാൻ പ്രിപ്പറേഷനിൽ വേറെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്നാക്സ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ഉണ്ടാക്കാറില്ല റമദാൻ സമയത്ത്. മാക്സിമം ഹെൽത്തി ആയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ നോക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഒരു ഡിറ്റോക്സ് പോലെയാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റേ മീൽ പ്രെപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളിൽ എനിക്ക് ചെയ്യാനുള്ളത് സവാളയുടെ തൊലി ഒലിച്ച് വെക്കുക, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക, കുരുമുളക് പൊടിച്ച് വെക്കുക, ഏലക്കപ്പൊടി പൊടിച്ച് വെക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു യാത്രക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ റമദാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ പ്രാവശ്യം അത് അങ്ങനെ ഡീപ്പായിട്ട് എന്തായാലും ചെയ്യുന്നില്ല. കാരണം ഈ പ്രാവശ്യം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഷോപ്പിങ്ങും കാര്യങ്ങളും ഇത്തിരി എക്സ്ട്രാ ഒരൊറ്റ പോക്കിൽ നമ്മൾ ഇത്തിരി കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ അത്യാവശ്യം സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ളൊരു അവസ്ഥയിലല്ല. ലാസ്റ്റത്തെ ദിവസം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഓവറോൾ ക്ലീനിങ് ആണ്. അപ്പോൾ ആ ഓവറോൾ ക്ലീനിങ്ങിൽ പെടുന്ന സംഭവം എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് മാറ്റുക, നമ്മളുടെ മുസല്ല, നിസ്കാരക്കുപ്പായം അതൊക്കെ ക്ലീൻ ആണോ എന്ന് നമ്മൾ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. കാരണം ഒരു പുതിയൊരു റുട്ടീൻ വരാണ്. അപ്പോൾ അതിൻ്റേതായൊരു റെസ്റ്റ് നമ്മൾ ബോഡിക്ക് കൊടുക്കണം. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മറന്ന് നമുക്കൊരു ചെറിയൊരു കുക്കിംഗ് സെഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് മുസാക്ക. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്താണെങ്കിലും ഞാൻ പറയട്ടെ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫവാസ്കാക്കും മോൾക്കും ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് ഇഷ്ടമായി. മുസാക്ക എന്താണ് എന്നറിയാത്ത കുറച്ച് പേരുണ്ടാവും, അതൊരു തെറ്റൊന്നുമല്ല. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലസാഞ്ഞയുടെ അതേ സെയിം കോൺസെപ്റ്റാണ്. പക്ഷേ ആ പാസ്തയ്ക്ക് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴുതനങ്ങയാണ്. ഒരു സംഭവം ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അഫ്കോഴ്സ് ഈ വഴുതനങ്ങ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നീളത്തിൽ അല്ലെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ പോട്ടിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഉപ്പ് വെതറിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. വേറെ ഒന്നുമല്ല, അതിൻ്റെ ഈർപ്പം കളയാൻ വേണ്ടിയിട്ട്. ഈർപ്പം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുമില്ലെങ്കിൽ അവനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം 2 സൈഡും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് നമ്മൾ റെഡിയാക്കണം. ഈ കാണുന്ന മീറ്റിൻ്റെ ഫില്ലിംഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലസാനിക്ക് ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെ ഞാൻ ചെയ്തുള്ളൂ. ഇതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു ബ്രോത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് മീറ്റ് കുക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ മീറ്റിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് നമ്മളിങ്ങനെ ലെയറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളെ വൈറ്റ് സോസ്, ബെഷമൽ സോസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബെഷമൽ സോസ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ വളരെ തിൻ ആൻഡ് ലിക്വിഡായിട്ട് നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി നമുക്കിവിടെ കട്ടിയായിട്ടാണ് വേണ്ടത്. ഇതിൽ നമ്മൾ ചീസും ആഡ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ റെസിപ്പി ഞാൻ നോക്കുമ്പോൾ അവർ പാർമസാൻ ചീസാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എൻ്റെ ഫേവറേറ്റും അല്ല. ഞാനപ്പോൾ എമോത്താൽ എന്ന് പറഞ്ഞ ചീസാണ് യൂസ് ചെയ്തത്.
നല്ല ചീസും ഒക്കെ അടങ്ങിയിട്ട് നല്ല നല്ല തിക്കായിട്ടുള്ള ഒരു സോസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അറ്റ് ദി എൻഡ് ലസാഞ്ഞ നമ്മൾ എല്ലാ ലെയറിൻ്റെ ഇടയിലും നമ്മൾ വെക്കും ഈ വൈറ്റ് സോസ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ലാസ്റ്റ് ടോപ്പിൽ മാത്രമാണ് നമ്മൾ ഈ ബെഷാമൽ സോസ് ഇടുന്നത്. അങ്ങനെ അവസാനം കുറച്ച് ചീസും ടോപ്പിലിടാം, നല്ല മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ആ ഒരു ശബ്ദം നിങ്ങളൊന്ന് കേട്ടോ കേട്ടോ. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. റെസിപ്പി എൻ്റെതല്ല, അപ്പോൾ ഞാനിത് ആരുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്തതെന്നുള്ളത് ഇൻഫോ ബോക്സിൽ നോക്കാം, ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതാണ്. അവർ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ആ മീറ്റിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത് എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് ഞാൻ ചെയ്തത്. ഞാൻ സാധാരണ ഒരു പാസ്ത സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ലസാഞ്ഞയുടെ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ 100ാമത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 100ാമത്തെ വ്ളോഗാകുമ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ഗുണമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രേമിയും ഞാനും ഞങ്ങൾ രണ്ടുപേർക്കും കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ. ബൈ.